നിരവധി പുരാതന ക്ഷേത്രങ്ങളുള്ള നാടാണ് തമിഴ്നാട്. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരിടമാണ് മഹാബലിപുരം അഥവാ മാമല്ലപുരം. മഹാബലിപുരത്തെ വളരെ പുരാതനവും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതുമായ ഷോർ ടെമ്പിളിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ തെക്കായി ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രം നിലനിൽക്കുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഗ്രാനൈറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. നരസിംഹവർമ്മന്റെ ഭരണകാലത്ത് ഏറ്റവും തിരക്കേറിയ തുറമുഖ നഗരങ്ങളിലൊന്നായിരുന്നു ഇവിടം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ശിലാക്ഷേത്രങ്ങളിലൊന്നായ ഷോർ ടെമ്പിൾ 1984 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത്. മാർക്കോപോളയും അദ്ദേഹത്തിന് ശേഷം ഏഷ്യയിലെത്തിയ യൂറോപ്യൻ സഞ്ചാരികളും ഈ സൈറ്റിനെ 7 പഗോഡകൾ എന്ന് വിളിച്ചു. ഡിസംബറിലെ സുനാമിയിൽ ഈ തീരപ്രദേശം തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ തുറന്നു കാട്ടുകയുമായിരുന്നു. ഏഴും എട്ടും നൂറ്റാണ്ടുകളിൽ പല്ലവ കാലഘട്ടങ്ങളിൽ മതിലുകളും ക്ഷേത്രങ്ങളും അലങ്കരിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സിംഹങ്ങൾ, ആനകൾ, മയിലുകൾ എന്നിവയുടെ പുരാതന ശില്പങ്ങൾ അന്നത്തെ സുനാമിയിൽ പുറത്തുവന്നു. ചെറിയ ശിവക്ഷേത്രത്തിന്റെ തറയിൽ നിന്ന് കിട്ടിയ 2 ലിഖിതങ്ങൾ അനുസരിച്ച് ക്ഷത്രിയ സിംഹ പല്ലവേശ്വര ഗൃഹം, രാജസിംഹ പല്ലവേശ്വര ഗൃഹം, പള്ളികൊണ്ടരുളിയ ദേവർ എന്നിങ്ങനെ 3 ക്ഷേത്ര സമുച്ചയങ്ങളായിരുന്നു ഇവിടെയുണ്ടായിരുന്നത്. ഷോർ ടെമ്പിൾ സമുച്ചയത്തിലെ 3 ക്ഷേത്രങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ സൂര്യരശ്മികൾ പതിക്കത്തക്ക വിധം കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന് 18 മീറ്റർ ഉയരവും 15 മീറ്റർ ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഹാബലിപുരത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഷോർ ടെമ്പിൾ. ക്ഷേത്രത്തിന് ഒരു ഗർഭഗൃഹവും ചെറിയ മണ്ഡപവും ചുറ്റും കനത്ത പുറംഭിത്തിയും പ്രദക്ഷിണത്തിനായുള്ള സ്ഥലവുമുണ്ട്. ക്ഷേത്ര മേൽക്കൂരകൾക്ക് പഞ്ചരഥങ്ങൾക്ക് സമാനമായ അലങ്കാരങ്ങളുണ്ട്. പഞ്ചരഥവും മഹാബലിപുരത്തെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പുറംഭിത്തിയിലെ അലങ്കാരങ്ങൾ കടലിനോട് സമീപമുള്ളതിനാൽ ഉപ്പുകാറ്റേറ്റ് ഭാഗികമായി നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്ര മതിലുകൾക്ക് മുകളിൽ നന്ദിരൂപവും വരാഹരൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മറ്റു നിർമ്മിതികളെല്ലാം ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എങ്കിലും ഷോർ ടെമ്പിൾ വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ക്ഷേത്രത്തിന് വെളിയിലായി ദുർഗാദേവി തന്റെ സിംഹവാഹനത്തിലിരിക്കുന്ന ഒരു ശില്പവുമുണ്ട്. സിംഹത്തിന്റെ നെഞ്ചിലെ അറയിൽ ഒരു ചെറിയ ദേവാലയവും അന്നുണ്ടായിരുന്നിരിക്കാം. ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പല്ലവ രാജവംശത്തിന്റെ വാസ്തുവിദ്യയും ശില്പകലയുടെയും മികവാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് ടെമ്പിൾ സമുച്ചയത്തിന് ഈ പേര് വന്നത്. തീരത്തെ ക്ഷേത്രഘടനയും വളരെ മനോഹരമാണ്. ധാരാളം സഞ്ചാരികളാണ് ഓരോ ദിവസവും ഈ പ്രദേശം സന്ദർശിക്കുന്നത്. ഈ പ്രദേശത്ത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനായി ഒരു പാസ് എടുത്താൽ മതിയാവും. എന്നാൽ അതാത് ദിവസം തന്നെ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണം. അതിരാവിലെയോ വൈകുന്നേരവുമാണ് ഷോർട്ട് ടെമ്പിൾ സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഹാബലിപുരത്തെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെന്റെ നമസ്കാരം. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ടിക്കറ്റിന് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഇതിനും നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒറ്റ ടിക്കറ്റിൽ. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എടുത്ത് നാളെ പറ്റുമോ എന്ന് അറിയില്ല. രാവിലെ എടുത്തിട്ട് കയറുകയാണെങ്കിൽ എല്ലാം കാണാം.